എവിടെ Magic എല്ലാവരും? morning. Magic morning. ക്യാമറ Magic ഓൺ morning. ആക്കി. Morning. ഓക്കെ. നോമ്പൊക്കെ എങ്ങനെയുണ്ട്? നോമ്പ് എടുക്കുന്നവർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ. എല്ലാരും എങ്ങനെയാ, സുഖമായിട്ടിരിക്കുന്നോ? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പം നമുക്ക് പ്രവീണ മാമിന്റെ സെഷൻ ആണ്. നിങ്ങൾക്ക് അറിയാം, ഞാൻ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്നാലും മാമിന്റെ ടോപ്പിക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പത്രം അല്ലെ? അപ്പം എല്ലാവരും പറയുന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് ആളുകളൊക്കെ ന്യൂസ് വായിക്കുന്നവരായിരിക്കും. അപ്പം ഈ ന്യൂസ് വായിക്കുന്നതും ഇന്നത്തെ നമ്മുടെ സെഷൻ തമ്മിൽ എന്താണ്, അതായത് പത്രം ഇന്നത്തെ നമ്മുടെ സെഷൻ തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് പ്രവീണ മാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം, പ്ലീസ് വെൽക്കം. Good morning. Thank you so much. Okay, നമുക്ക് പത്രം കേൾക്കുമ്പോൾ സത്യം പറയുമ്പോൾ എല്ലാവരും പത്രം വായിച്ചോ? പത്രം വായിക്കാറില്ല. പത്രം വായിക്കാറില്ല. ഓക്കെ, ശരി. ഇനി പത്രം വായിക്കുന്നവർ വായിച്ചോ? പത്രം വായിക്കാതെ വായിച്ചവർ വായിച്ചു. ഓക്കെ, പത്രം വായിച്ചു. പത്രം എന്ന സിനിമ ഓർമ്മയുണ്ടോ? അതിനൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടിരുന്നു. അത് സുരേഷ് ഗോപിന്റെ, അത് കണ്ടിട്ടുണ്ട്. മഞ്ജു വാര്യരുണ്ട് അല്ലെ? നമ്മളെ മെയിൻ ആക്ടേഴ്സ് ആയിട്ട് മൺമറഞ്ഞു പോയ മുരളി എന്ന വ്യക്തിയുണ്ട്. നല്ലൊരു പടമായിരുന്നു. അപ്പോ അബ്ദുൾ റസാഖ് സാർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നത്, ഞാൻ പത്രം വായിക്കാറില്ല. നമുക്ക് അബ്ദുൾ റസാഖ്, ഓക്കെ, ഷീലമ്മ പറയുന്നത് വായിക്കാറില്ല. ഓക്കെ, വെരി ഗുഡ്, വായിക്കാറില്ല. ശരി, അങ്ങനെയാണെങ്കിൽ റസാഖ് സാറോട് ചോദിച്ചു, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം, എന്തുകൊണ്ടാണ് സാറ് പത്രം വായിക്കാത്തത്? അല്ല, ഇന്ന് ഇപ്പൊ എല്ലാ വിവരങ്ങളും വാട്സപ്പിലും ഫേസ്ബുക്കിലും കിട്ടുന്നുണ്ട്. പിന്നെ പത്രത്തിന്റെ ആവശ്യം വരുന്നില്ല. പത്രം പറഞ്ഞാൽ ഇപ്പൊ സംഭവിച്ചത് അതേ തത്സമയം ഫേസ്ബുക്കിൽ വരുന്നുണ്ട് ഇപ്പൊ. അതല്ലെങ്കിൽ വാട്സപ്പിൽ വരും എല്ലാ വിവരങ്ങളും. പിന്നെ കൂടുതൽ വിവരങ്ങളൊക്കെ ഉള്ളത് വായിക്കാനുള്ള ഒരു ഇത് വരാറില്ല. കാരണം രാവിലെ എണീറ്റ് നമ്മളെ ചടങ്ങുകളൊക്കെ കഴിയുമ്പോത്തിന് ജോലിക്കായി, പിന്നെ പത്രം വായിക്കാനുള്ളൊരു മൂഡ് വരാറില്ല. ഓക്കെ, ശീലമ്മ പറയുന്നത് ഞാൻ വരുത്തുന്നില്ല എന്നുള്ളത്. ഓക്കെ, ശരി. ഇനി കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഇതേപോലെ അബ്ദുള്ള എന്നാണ് എനിക്ക് ഓർമ്മ, അബ്ദുള്ള സാറല്ല, നമ്മുടെ വേറൊരാളുണ്ടായിരുന്നല്ലോ, അദ്ദേഹവും പറഞ്ഞു ഞാൻ പത്രം വായിക്കാറില്ല. നാളെ രാവിലെ ദിവസവും നമ്മുടെ ബുക്ക് റിവ്യൂ ഒക്കെ വായിക്കുന്ന വ്യക്തിയുടെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ പത്രം വായിക്കാറില്ല, പത്രം വായിക്കാൻ തോന്നാറില്ല. ഇത് മണിസാർ എന്തോ നോക്കിയിരിക്കുന്നത്, എന്തോ മനസ്സിൽ കൂടെ പോകുന്നുണ്ട്. മണിസാർ പത്രം വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. ഓക്കെ, എല്ലാ ദിവസവും വായിക്കാറുണ്ട്? എല്ലാ ദിവസവും വായിക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കുറച്ച് പേര് പത്രം വായിക്കാറുണ്ട്, കുറച്ച് പേര് പത്രം വായിക്കാറുണ്ട്. എന്നാൽ പലർക്കും ഇന്നത്തെ കാലത്ത് പത്രം വായിക്കാൻ ഒരു ഇഷ്ടമില്ല. അല്ലെങ്കിൽ പത്രം എടുക്കുമ്പോൾ പലരും പറയുന്നത്, ഇത് എടുക്കാനൊരു കാരണം പലരും അത് ഷെയർ ചെയ്തുകൊണ്ടാണ്. പത്രം വായിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഇന്നത്തെ പത്രത്തിലൊക്കെ വലുതായിട്ട് നമ്മുടെ പത്രത്തിന്റെ മുൻവശങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമുക്കറിയാം, വരുന്ന വാർത്തകളൊക്കെ അത്തരത്തിലുള്ള വാർത്തകളാണ്. ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള ഒരു കൊലപാതക കേസ്, ഇതൊക്കെയാണ് പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വരുന്നുള്ളതുകൊണ്ട് ഞാൻ പത്രം അങ്ങനെ വായിക്കാറില്ല. എനിക്കത് വായിക്കുന്ന ഇഷ്ടമില്ല. അല്ലെങ്കിൽ പത്രം വായിച്ചാൽ പിന്നെ അന്നത്തെ ദിവസം പോയി എന്നാണ് ചിലർ പറയുന്നത്. ഇവിടെയാണ് ആർട്ട് ഓഫ് ലുക്കിംഗ് എന്ന ടോപ്പിക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ കഴിഞ്ഞ ദിവസം അബ്ദുള്ള സാറ് പറയണ്ടായി, സാറിന് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, വീഡിയോ തുറന്നൊന്നും കാണുന്നില്ല. സാറ് പറയുന്നുണ്ടായി, എനിക്ക് ഈ നെഗറ്റീവ് ആയിട്ടുള്ള പീപ്പിളിനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ തോന്നും. അപ്പൊ അവരിൽ നിന്ന് ഞാൻ അകന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ അവരെ ഞാൻ അങ്ങ് മാറ്റി നിർത്താറുണ്ട്. അദ്ദേഹം NLP കൂട്ടി ചേർത്ത് പറഞ്ഞ് അവരെ ഞാൻ ഡിസോസിയേറ്റ് ചെയ്ത് നിർത്താറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്ര നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള പീപ്പിൾ നമ്മുടെ കുടുംബത്തിൽ വീട്ടിലുള്ളവരാണെങ്കിലും നമുക്ക് അവരെ മാറ്റി നിർത്താൻ പലപ്പോഴും സാധിക്കില്ല. വീട്ടിൽ തന്നെ ഉണ്ടാവും എന്ത് പറയുമ്പോഴും ഒരു നെഗറ്റീവ് പറയുന്ന വ്യക്തികൾ. ഇപ്പൊ പത്രം വായിക്കുന്നത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളാണ്. ഇന്നലെ തന്നെ വാർത്തകൾ എടുക്കുമ്പോൾ, പിന്നെ ഇന്ന് പത്രം എടുക്കുന്നത്തെ വാർത്തകളൊക്കെ വായിച്ചൊരു വ്യക്തി ഇന്ന് തീർച്ചയായിട്ടും പത്രം എടുക്കുമ്പോൾ ചിന്തിക്കുന്നത്, ഇന്ന് എന്ത് വാർത്തയായിരിക്കും വരാൻ പോകുന്നത് എന്നൊരു തോന്നലാണ്.
ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ട് ഓഫ് ലുക്കിംഗ് എന്ന ടോപ്പിക്കിന്റെ പ്രസക്തി. ആർട്ട് ഓഫ് ലുക്കിംഗിൽ പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അവിടെ പറയുന്നത് നിങ്ങൾ എന്തിനേയും കാണേണ്ടത് ഒരു വാക്കുകളും പറയാതെ വേണം എന്നാണ് പറയുന്നത്. അതായത് ലുക്ക് വിത്തൗട്ട് വേർഡ്സ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പത്രം എടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? അത് വായിക്കുമ്പോൾ ഓ ഇന്നലത്തെ കാര്യം, അല്ലെങ്കിൽ ഇന്നിപ്പോ ആ കുട്ടിയെ കുറിച്ച് കുറെ മരണപ്പെട്ട ആ കുട്ടിയിലെ കൊലപാതകത്തിനിരയായ അല്ലെങ്കിൽ ആ ഒരു അടിപിടിയിൽ മരണപ്പെട്ടു പോയ കുട്ടിയെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് കാണുക മാത്രമല്ല, അതിന് കൂടെ കുറേ വാക്കുകൾ കൂട്ടിച്ചേർക്കും. എന്നിട്ട് പറയും ഈശ്വരൻ. അതിന്റെ മുന്നേ ഒരു കുട്ടി, ഒരു കോളേജിൽ പഠിക്കാൻ ഒരു 10-24 വയസ്സുള്ള ഒരു കുട്ടിയാണ് കുടുംബത്തിലെ ഒരുപാട് വ്യക്തികളെ അറിഞ്ഞോ അറിയാതെയോ മരണത്തിന് പറഞ്ഞയച്ചു. കൂടുതലും ഞാൻ അവരുടെ പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പം അവരെ ഒരുപാട് പേര് അവരുടെ കുടുംബത്തിൽ ഈ കുട്ടി അവരെ കൊന്നു കളയാണ് ഉണ്ടായത്. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പത്രത്തിൽ കാണും, ഫേസ്ബുക്കിൽ എന്തിലോ ആയിക്കോട്ടെ, വാർത്തകൾ കാണുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ കുറെ വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പറഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലായിരിക്കാം. ഓ ഈ കുട്ടി എന്തിനാണ് ഇത് ചെയ്തത്? ഒന്നാമത്തെ ചോദ്യം ഇത്. ആദ്യം വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത് ഈ കുട്ടിക്ക് ഇത് വല്ല ആവശ്യം ഉണ്ടായിരുന്നു, എന്തിനാണ് ഇത് ചെയ്തത്? അയ്യോ ഇത്രയും പേരെ കൊന്നു. കണ്ടോ, നമ്മൾ ആ വാർത്ത കാണുകയല്ല, നമ്മൾ അതിന്റെ കൂടെ കുറെ വാക്കുകൾ കൂട്ടിച്ചേർക്കണം. ഇതാണ് ആർട്ട് ഓഫ് ലുക്കിംഗ് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങൾ എന്തിനെ കാണുമ്പോഴും അതിനെ വാക്കുകളുമായി കൂട്ടിച്ചേർക്കാതിരിക്കുക. അതൊന്നാമത്തെ പോയിന്റ്. അതായത് നമ്മൾ കാണുമ്പോൾ ശരി ഈ കുട്ടി ഇങ്ങനൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? കുറെ വാക്കുകൾ അതിനെ കൂട്ടിച്ചേർത്ത് പഠിക്കും. ഈ ലുക്ക് വിത്തൗട്ട് വേർഡ്സിന് 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അതിന് ഒന്നാമത്തെ സ്റ്റെപ്പ് ഡോണ്ട് സേ എനിത്തിങ്. അതായത് നിങ്ങൾ എന്തിനിപ്പോ ഒരു നെഗറ്റീവ് ആയിട്ടൊരു വ്യക്തി നിങ്ങൾ മുന്നിൽ വരുമ്പോൾ അത് ചിലപ്പോൾ വീട്ടിലുള്ളവർ നമുക്ക് എങ്ങനെ അവരെ ഒഴിവാക്കാൻ സാധിക്കും? ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പൊ അവരെ കാണുമ്പോൾ നിങ്ങൾ ഒന്നും പറയാതിരിക്കുക. അതായത് അവരെ ജഡ്ജ് ചെയ്യാതെ, രണ്ടാമത് പറയാം, അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ഭക്ഷണം, ഒരു ചായ, ഇന്നലെ ഉണ്ടായ ചായ മോശമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇന്ന് രാവിലെ ചായ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തായിരിക്കും? നമ്മൾ അവരോട് ചോദിക്കും, ഇന്നത്തെ ചായ പോലെയാണോ ഇതില്? ആവശ്യമുള്ള മധുരം ഉണ്ടോ? കടുപ്പമുണ്ടോ? ഇതല്ലേ നമ്മൾ. അത് ആ ചായയായിട്ട് കാണാൻ പറ്റത്തില്ല. അതിന് കുറെ ജഡ്ജ്മെന്റും വാക്കുകളും അവരെ ജഡ്ജ് ചെയ്തുകൊണ്ടാണ് പിറ്റേന്ന് തലേന്നത്തെ സംഭവം കൂട്ടിച്ചേർത്ത് നമ്മൾ എന്ത് ചെയ്ത് പറയുന്നത്. ഇനി മൂന്നാമത്തെ പറയുന്നത് ഇന്നൊരു ഡോണ്ട് സേ എനി വേർഡ്സ്. ഒരു കാര്യം പറ. അപ്പൊ ചായ കൊണ്ടുവന്നാൽ ഇന്നലെ ചായ മോശമായിരുന്നു, ആ ചായപ്പൊടി തന്നെയാണോ എന്ന് ചോദിക്കുന്നതിന് പകരം അതൊന്ന് കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുക എന്നുള്ളത്. ലുക്ക് അറ്റ് വിത്തൗട്ട് വേർഡ്സ്. എന്തും നോക്കിക്കാണുക, വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇത്തിരി പാടാണ്, കാരണം നമ്മൾ അത് ശീലിച്ചു വന്നവരാണ്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ ഒരു ബസ് ആയിരുന്നെങ്കിൽ നമ്മൾ ലേറ്റ് ആയി നമ്മൾ എന്ത് പറയും? ഓ ഒന്ന് നേരത്തെ എഴുന്നേൽക്കാമായിരുന്നു. ഉടനെ നമ്മൾ എന്ത് ചെയ്തു? പാസിന് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന് കുറെ വാക്കുകൾ നമ്മൾ കൂട്ടിച്ചേർക്കും. ഇത് ജഡ്ജ്മെന്റിലേക്ക് വഴിയൊരുക്കുമ്പോൾ നമ്മുടെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരും. ഈ ആർട്ട് ഓഫ് ലുക്കിംഗിൽ പറയുന്നത് നത്തിങ് ക്യാൻ ബി സീൻ സെയിം അറ്റ് ദ നെക്സ്റ്റ് മൊമെന്റ്. നിങ്ങൾ ഇന്നലെ കണ്ട വ്യക്തിയല്ല ഇന്ന് കണ്ട വ്യക്തി. അത് നിങ്ങളുടെ വീട്ടിലുള്ള ആരുമായിക്കോട്ടെ, അവർക്ക് ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ്? ശരീരത്തിൽ പുതിയ സെൽസ് ഉണ്ടാവുന്നുണ്ട്, പഴയ സെൽസ് മരിച്ചു പോകുന്നുണ്ട്, പുതിയ സെൽസ് ഉത്പാദിക്കപ്പെട്ടിട്ടുണ്ട്. പിറ്റേന്ന് കാണുന്ന വ്യക്തിക്ക് മാറ്റങ്ങളുണ്ട്. അതായത് ഇന്നലെ കണ്ട വ്യക്തിയല്ല ഇന്ന്. അവർക്ക് പല മാറ്റങ്ങളും. പക്ഷെ നമ്മൾ കാണുന്നതോ ഇന്നലെ അവരെ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇന്നും അവരങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ എന്ന ജഡ്ജ്മെന്റിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതായത് ദ സെയിം സൺറൈസ് വിൽ നോട്ട് ഹാപ്പൻ അറ്റ് ദ നെക്സ്റ്റ് ടൈം. അതായത് ഇന്നലെ സൂര്യൻ ഉദിച്ച സമയത്തല്ല ഇന്ന് സൂര്യൻ ഉദിക്കുന്നത്. അതിന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കലണ്ടർ എടുത്ത് നോക്കാം. ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുന്നത് പോലും വ്യത്യസ്തമായിട്ടാണ്, വ്യത്യസ്ത സമയങ്ങളിലാണ്. അപ്പൊ ആർട്ട് ഓഫ് ലുക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലത്തെ കാര്യങ്ങളെ അതേപോലെ നോക്കി കാണുമ്പോഴാണ് ഒരുപക്ഷെ സാഹചര്യങ്ങളും വ്യക്തികളും നമ്മൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ ചിലര് പറയണ പത്രം വായിക്കാറില്ല, പത്രം കാണുന്നത്. പക്ഷെ പത്രം വായിക്കണോ എന്ന് ചോദിച്ചാൽ വായിക്കേണ്ടതാണ്. നമ്മുടെ റീഡിങ് ഹാബിറ്റ്സ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ, ഭാഷ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പത്ര വായന വളരെ നല്ലതാണ്. അത് മാത്രമല്ല, പത്രത്തിൽ എല്ലാതരം വാർത്തകളും, അതിപ്പോ കൊലപാതകമാണെങ്കിലും ആത്മഹത്യയാണെങ്കിലും മരണമാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും നമുക്ക് അറിയേണ്ട ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു പത്രത്തിൽ വരുന്നുണ്ട്.
അപ്പൊ പത്രം വായിക്കുമ്പോൾ അറിവ് എന്നതിനപ്പുറം ഭാഷ കൂടി മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും എന്നുള്ള സത്യമാണ്. ആ വായന മരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞ് പത്രവായന വളരെ ഇമ്പോർട്ടന്റ് ആണ്. പത്രം വായിക്കുമ്പോൾ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കാണ് പ്രശ്നം എന്ന് ഓർക്കുക. അവിടെയാണ് ദ ഇമോഷണൽ കൺട്രോൾ. ആം ഐ മാസ്റ്റർ ഓഫ് മൈ ഇമോഷണൽ വേൾഡ്. ഈ വാർത്ത കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ഓ, എന്റെ വീട്ടിലും ഉണ്ട് ഒരു മകൻ അല്ലെങ്കിൽ മകൾ, ഇവർ ഇന്ന് ട്യൂഷന് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? ട്യൂഷന് പോകുമ്പോൾ പഠിച്ച് തിരിച്ചിങ്ങോട്ട് വന്നിക്കണം, മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല എന്നൊരു ജഡ്ജ്മെന്റോട് കൂടിയിട്ടാണ് അന്ന് കുട്ടികളെ പറഞ്ഞു വിടുന്നത്. തിരിച്ചു വരുന്നത് വരെയോ നമുക്ക് ടെൻഷനാണ്. കാരണം ഇന്നലെ ഒരു ട്യൂഷൻ സെന്ററിലാണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നതും അതിനൊരു കുട്ടി മരണപ്പെടുന്നതും. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ആ സംഭവം ഇന്നലെ ഇല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ ദിവസം നടന്നതാണ്. അതിനെ ചില വാക്കുകൾ കൊണ്ട് കൂട്ടിച്ചേർത്ത് വീട്ടിലിരുന്ന വ്യക്തികളെ കൂടി കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ആക്കിയിട്ടാണ് പോകുന്നത്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഇമോഷണൽ പ്രോബ്ലം കൊണ്ടാണ്. നമ്മുടെ ചിന്തയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ലോകത്ത് ഇപ്പോ എന്തുകൊണ്ട് ഇതെല്ലാം നമ്മൾ അറിയുന്നു വെച്ചാൽ പണ്ടും ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കൂടുതൽ സമൂഹ മാധ്യമത്തിലേക്ക് എത്താത്തത് അന്നൊന്നും പത്രമൊന്നും എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എല്ലായിടത്തും മൊബൈലും പത്രവും എല്ലാ സോഷ്യൽ മീഡിയ നമ്മുടെ കൈകളിലൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ സ്പോട്ടിൽ അത്തരം വാർത്തകൾ അറിയുന്നു എന്ന് മാത്രം. പക്ഷെ ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓ, ഇത് നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഓർത്ത് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് ദ മാസ്റ്റർ ഓഫ് മൈ ഇമോഷണൽ വേൾഡ്. കാരണം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ തൊട്ട് ഒരാഴ്ച മുന്നേ ഒരു കുടുംബത്തിലെ മുഴുവൻ പേരെയും കൊന്നൊടുക്കിയപ്പം ആ കുട്ടിക്ക് അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല. കാരണം ആ കുട്ടിക്ക് അവന്റേതായ ചില ന്യായങ്ങളുണ്ട്, ശരികളുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാമോ എന്ന് ചിന്തിക്കുന്നത് പോലും നമ്മുടെ ചിന്തകൾക്കനുസരിച്ചിട്ടാണ്. ആ കുട്ടി അത് ചെയ്തെങ്കിൽ നമ്മൾ മറ്റു രീതിയിൽ മറ്റെന്തൊക്കെയോ നമ്മൾ അരുതാത്തത് അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് എന്നർത്ഥം. പക്ഷെ ഇവിടെ കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു പത്രം വായിക്കുമ്പോഴോ ഒരു സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വായിക്കുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് വാട്ട് ഫീലിംഗ് യു ആർ അണ്ടർഗോയിങ്. നിങ്ങൾ എന്ത് ഫീലിംഗിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എഴുതി വെക്കണം. ഒരു പക്ഷെ ഒരു ദേഷ്യമായിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു പക്ഷെ ഒരു സങ്കടമായിരിക്കാം, ഒരു പക്ഷെ ഒരു ആവലാതിയായിരിക്കും. കാരണം എന്റെ വീട്ടിലും കുട്ടികളുണ്ട്, എന്റെ കൂടെ കിടന്നവർക്കും എന്റെ മക്കൾ എന്നെ ഇങ്ങനെ ചെയ്യുമോ എന്നൊരു തോന്നല് പോലും പല മാതാപിതാക്കൾക്കും വന്നു തുടങ്ങി. കാരണം ഇത്തരം ഒരു സംഭവത്തോടു കൂടി സ്വന്തം അമ്മയെ പൊമ്മയെ പോലും അത്തരം ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇത്തരം ഒരു പേടി വീടുകളിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മളോട് കൗൺസിലിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ഷെയർ ചെയ്തുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു ടോപ്പിക്, ആർട്ട് ഓഫ് ലുക്കിംഗ് എന്ന ടോപ്പിക് കൂടുതൽ പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും തോന്നിയത്. അതുകൊണ്ടാണ് ഇന്നത് ഷെയർ ചെയ്യണം കൂടി ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തിനെ നോക്കി കാണുമ്പോഴും ചെയ്യേണ്ടത് ഇത്ര മാത്രം: ലുക്ക് വിത്തൗട്ട് വേർഡ്സ്. അത് എങ്ങനെ പരിശീലിക്കാം എന്ന് ചോദിച്ചാൽ ഈ ആർട്ട് ഓഫ് ലുക്കിങ്ങിൽ ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. കാരണം നമുക്ക് ഇത് ആർട്ട് ഓഫ് ലുക്കിംഗ്, നമ്മൾ ഇന്നലെ ഒരു അടിപിടി ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു വർത്താനം ഉണ്ടായ ഒരു വ്യക്തിയോട് നോക്കിക്കാണുന്നത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം മാറി ചിന്തിക്കുന്നത്, ആ വ്യക്തിക്ക് മാറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ് ആ രീതിയിൽ നോക്കിക്കാണാം. ഇനി ഇന്നലെ നമ്മുടെ കുട്ടിയുമായിട്ട് ഒരു അടിപിടി ഉണ്ടായി അല്ലെങ്കിൽ വീട്ടിലുള്ള വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് അത് നമുക്ക് വീണ്ടും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ പുതിയൊരു വ്യക്തിയെ പിറ്റേന്ന് കാണാൻ കഴിയാത്തത് കൊണ്ടാണെന്നാണ് കുറിച്ച് പറയുന്നത്. അതിന് കാരണം ആ വ്യക്തി അല്ലെങ്കിൽ ആ സംഭവത്തിന് നമ്മൾ നോക്കിക്കാണുക മാത്രമല്ല, നമ്മളുടേതായ കുറേ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളും വാക്കുകളും കൂട്ടിച്ചേർക്കുന്നവർക്ക് കൊണ്ടുവന്നു. ഈ വാക്കുകൾ മാറ്റി നിർത്തിയാൽ ആ സംഭവത്തെ അതേപോലെ കാണാനും അത് ഇന്നലെ നടന്നതാണെന്നും ഇന്ന് വേറൊരു പുതിയ ദിവസമാണെന്നും ഇന്ന് ആ വ്യക്തിക്ക് പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അംഗീകരിക്കാൻ കഴിയാത്തതും കൊണ്ടാണ്. അവിടെയാണ് നമുക്ക് നമ്മളെ ട്രെയിൻ ചെയ്യാൻ ഇത്തരം ഒരു ആക്ടിവിറ്റി ആർട്ട് ഓഫ് ലിവിങ് അല്ല ആർട്ട് ഓഫ് ലുക്കിംഗ് നമുക്ക് തരുന്നത്. ഈ ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് കയ്യിലെടുക്കുക, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇപ്പൊ വേണമെങ്കിൽ ചെയ്തു നോക്കാം, അല്ലെങ്കിൽ പിന്നീട് വേണമെങ്കിൽ ചെയ്യും. ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് എടുത്ത് കുറച്ച് സമയം, ഇപ്പൊ എന്റെ കയ്യിൽ ഒരു വാച്ചാണെന്ന് ചോദിക്കുക, അപ്പൊ ഈ വാച്ച് ഞാൻ കയ്യിൽ പിടിച്ച് ആ വാച്ചിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൂടെ ചിലപ്പോൾ ഈ വാച്ചിന്റെ ഡയൽ ഒരു ഓറഞ്ച് കളറാണ്, ഇത് സ്റ്റീൽ, ഇത്തരം ജഡ്ജ്മെന്റുകൾ വന്നു തുടങ്ങും.
അപ്പൊ അത്തരം ജഡ്ജ്മെന്റുകൾ വരുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ പറയുന്നത് വാച്ച്, ഇത് വാച്ചാണ്, വേറെ ഒരു ജഡ്ജ്മെന്റും നടത്താതെ വീണ്ടും അതിനെ വീണ്ടും നോക്കിയിരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നോക്കുന്ന സമയത്ത് നമുക്ക് ഈ സെക്കൻഡ് സൂചി നടക്കുന്നത് കാണും. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് എത്ര സെക്കൻഡ് ആയിട്ട് 1 2 അപ്പോഴും നമ്മൾ ജഡ്ജ്മെന്റിലേക്ക് പോയി. ഉടനെ നമ്മൾ എന്ത് പറയണം? വീണ്ടും പറയേണ്ടത് വാച്ച് എന്ന ഒബ്ജക്റ്റിന്റെ കയ്യിലിരിക്കുന്നത് വാച്ചാണ്, മതി, അത്ര മാത്രം പറഞ്ഞ് വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുക. ചിലപ്പോൾ ആ സമയത്ത് മറ്റു ചില ചിന്തകൾ വീണ്ടും കടന്നു വരും. ഉടനെ വീണ്ടും നമ്മൾ പറയേണ്ടത് വാച്ച് എന്ന ഒബ്ജക്റ്റ് മാത്രം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ആക്ടിവിറ്റി ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് കയ്യിൽ പിടിച്ച് അതിനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ ഇത്തരം ആർട്ട് ഓഫ് ലുക്കിംഗ് എന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം നമുക്കത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു യാത്ര പോയി ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഇറങ്ങാൻ സമയത്ത് മഴ പെയ്തു എന്ന് വിചാരിക്കാം. ഇപ്പൊ നമുക്ക് ഇന്നലെ രാത്രി പല സ്ഥലങ്ങളിലും മഴ പെയ്തു. അപ്പൊ എല്ലാരും പറഞ്ഞ എന്താ? ഓ, നന്നായി മഴ പെയ്തു, ഒരു തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ മഴ നിന്നപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? ഓ, ഇതൊന്നും തളിച്ചിട്ട് പോയി, ഇനി ഇതിനൊക്കെ ചൂട് ഇനിയിപ്പൊ നാളെ ആയിരിക്കും. ചൂടൊന്നും ചിലപ്പോ ഉണ്ടാവില്ല. അപ്പം ഈ ചൂട് നാളെ ഇരട്ടിയാവും. കണ്ടോ, നമ്മൾ ആ മഴയെ മഴയായി നോക്കിക്കാണാതെ പിറ്റേന്ന് എന്ത് സംഭവിക്കും എന്ന കാര്യത്തെ കൂടി കുറെ വാക്കുകളെ കുറിച്ച് കൂടി ചേർത്തു. ഓ, മഴയൊന്ന് നന്നായി പെയ്തിരുന്നെങ്കിൽ, ആ മഴയെങ്കിലും കിട്ടിയതിന് നമ്മൾ നന്ദി പറയുന്നുണ്ടോ? ഇല്ല. നാളെ ഇതിലും കൂടുതൽ ചൂടാകും എന്ന് പറഞ്ഞ് നമ്മൾ വാക്കുകൾ കൂട്ടിച്ചേർത്ത് നാളത്തെ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ നാളെ മറ്റുള്ളവർക്ക് ചൂട് തോന്നിയിട്ടില്ലെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ട് ചൂട് തോന്നും. കാരണം നമ്മൾ എന്ത് ചെയ്തു? ഫ്യൂച്ചർ ഡിഫൈൻ ചെയ്തു. അപ്പൊ യൂണിവേഴ്സ് പറയുന്നതാണ്, ഓ, ഇവർക്ക് നാളെ ചൂട് വേണം, അപ്പൊ ഇവരുടെ ബോഡിക്ക് കുറച്ച് ചൂട് അധികം കിട്ടുക. അപ്പൊ നമുക്ക് നാളെ എന്തെന്നില്ലാത്ത ഒരു പരവേശം ചൂട് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അപ്പൊ എന്തിനെ മഴ, ഇപ്പൊ മഴ പെയ്തു, ആ മഴയെ മഴയായി തന്നെ പെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുക. ആർട്ട് ഓഫ് ലുക്കിംഗ് ഇതാണ് പറയുന്നത്. അതിനെ ജഡ്ജ് ചെയ്യാതെ, അതിലേക്ക് കൂടുതൽ വാക്കുകൾ ആവശ്യമില്ലാതെ കൂട്ടിച്ചേർക്കാതെ, ഇപ്പൊ മഴ പെയ്യുന്നു, ഓക്കെ, അപ്പൊ എനിക്ക് മണ്ണിന്റെ മണം കിട്ടുന്നുണ്ട്, കണ്ടോ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ ആ മഴയെ പോലും നല്ല രീതിയിൽ ഉൾക്കൊള്ളാനോ അതിനെ സ്വീകരിക്കാനോ കഴിയാതെ പോണ അവസ്ഥയിലേക്ക് നമ്മൾ പോകും എന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ഒരുപക്ഷെ ഞാനൊരു വായിച്ച് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും തീരുമാനിച്ചതാണ്, എന്തിനേയും ജഡ്ജ് ചെയ്യാതെ കൂടുതൽ വാക്കുകൾ കൂട്ടിച്ചേർക്കാതെ അതിനെ അങ്ങ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെ പ്രാക്ടീസ് ചെയ്യുക. ഒരു പൂവോ എന്തെങ്കിലും എടുക്കുമ്പോ പൂവിന്റെ കളറിനെ കുറിച്ച് നമ്മൾ പറയും, അതിനെ കുറിച്ച് ഓർക്കും. ആ കളർ കാണുമ്പോൾ, ഓ, എനിക്ക് ഇത്തരത്തിലുള്ള ഒരു വസ്ത്രമുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഓബ്ജക്റ്റ് ഉണ്ട് എന്ന് ജഡ്ജ് ചെയ്യാതെ ഇതൊരു പൂവാണ്, ആ പൂവിനെ മാത്രം നോക്കി കുറെ സമയം ഇരിക്കുക. നമ്മുടെ ചിന്തകൾ വഴിമാറി പോകുമ്പോൾ വീണ്ടും തിരിച്ചു വന്ന് ഇതൊരു പൂവാണ്, മതി, അതിനെ മാത്രം പേര് നിർത്തി കൂടുതൽ വാക്കുകൾ കൊടുത്ത് ബുദ്ധിമുട്ടിക്കാതെ എന്തിനേയും അതുപോലെ സ്വീകരിക്കാനും അതിനെ ജഡ്ജ് ചെയ്യാതിരിക്കാനും അത് ഉൾക്കൊള്ളാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആർട്ട് ഓഫ് ലുക്കിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസം ഒന്ന് കടന്നു പോകാം. ലുക്ക് വിത്തൗട്ട് വേർഡ്സ് എന്ന് പറയുമ്പോൾ എന്ത് കാണുമ്പോഴും ഏത് വ്യക്തിയെ കാണുമ്പോൾ ഡോണ്ട് സേ എനിത്തിങ്. ഇന്ന് ആ വ്യക്തി എന്റെ മുന്നിൽ വന്നു, അത്രേ ഉള്ളൂ. ഡോണ്ട് ജഡ്ജ്, അതിനെ ജഡ്ജ് ചെയ്യണ്ട. ഡോണ്ട് യൂസ് മോർ വേർഡ്സ്, അതിനെ കൂടുതൽ വാക്കുകൾ കൂട്ടിച്ചേർത്ത് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നതിന് തടസ്സപ്പെടുത്താതിരിക്കുക. എന്തായാലും ലുക്ക് വിത്തൗട്ട് വേർഡ്സ് എന്ന ആർട്ട് ഓഫ് ലുക്കിംഗ് നമുക്കൊന്ന് പരിശീലിക്കാം. നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിയും സാഹചര്യത്തെയും മറ്റു വാക്കുകൾ കൊണ്ടൊന്നും ജഡ്ജ് ചെയ്യാതെ അതിനെ അതേപോലെ സ്വീകരിച്ച് അതിന് നമുക്ക് ആവശ്യമായിട്ട് ചൂസ് ചെയ്ത് മുന്നോട്ട് പോവാം. ഒരു പത്രം എടുക്കുമ്പോഴും ഇത് ഇന്ന് ഈ ലോകത്ത് സംഭവിച്ച കാര്യമാണ്, ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട് എന്ന വിവേകത്തോടു കൂടി അതിനെ സ്വീകരിക്കുക. അതെന്തിനു ചെയ്തു, ഏതിന് ചെയ്തു എന്ന ആവശ്യമില്ലാതെ ചിന്തിച്ച് നമ്മുടെ ഇമോഷണൽ കൺട്രോൾ പോകാതിരിക്കാൻ നമുക്ക് ആർട്ട് ഓഫ് ലുക്കിംഗ് തീർച്ചയായിട്ടും പരിശീലിക്കാം. ഒന്ന് ശ്രമിച്ചു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഈ ആർട്ട് ഓഫ് ലുക്കിംഗ് ഒന്നും ജഡ്ജ് ചെയ്യാതെ അതിനെ അതേപോലെ സ്വീകരിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു പത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ ന്യൂസിനെ കുറിച്ച് നല്ലൊരു സെഷൻ തന്നെ മാം ഷെയർ ചെയ്തു. ഇപ്പോ ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടായിരുന്നു. സോ ഇനി നിങ്ങളുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു ടൈമാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് മുന്നോട്ട് വരാം.
ഇനിയിപ്പോ ഞാനും മണി സാറും മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ ആരും കാണില്ലല്ലോ. എന്താ എല്ലാരും ക്യാമറ ഒക്കെ ഓഫ് ആക്കിയിരിക്കുന്നുണ്ട്. ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. അയ്യോ കണ്ടോളി, എന്ത് രസമുണ്ട് കാണാനിപ്പോ. ആ സൂമിങ്ങനെ കാണാൻ ഭയങ്കര രസമാണ്, എല്ലാവരും ക്യാമറ ഓൺ ആക്കിയിരുന്നാല്. പറഞ്ഞോളൂ, ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ആരാ പറഞ്ഞു വരുന്നേ? മാജിക് മോർണിംഗ്. പ്രേരണ മാമിന്റെ ക്ലാസ് എപ്പോഴും ഒരു എന്താ ഭയങ്കര വെറൈറ്റി സെഷൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ പ്രീ ജഡ്ജിങ് ഇല്ലാതെ ഇപ്പൊ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മളിപ്പോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പിടിക്കാൻ നമ്മുടെ മനസ്സിന് ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ ബാഡ് ന്യൂസുകൾ, ഈ എന്താ പേപ്പർ ന്യൂസുകളൊക്കെ ഇങ്ങനെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ കാണാനും താല്പര്യമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അത് വായിക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്ന ആൾക്കാരും ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവരും അതിന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ അതൊന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാന്നുള്ളത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ ഈ ഒരു കാര്യങ്ങളിലേക്ക് ഇതുപോലെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിലാവുന്നത്. നമ്മള് എങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ എങ്ങനെ അത് വേറിട്ട കണ്ണോടുകൂടി അതിനെ നോക്കിക്കാണണം എന്നുള്ളത് മാഡത്തിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. എനിവേ വെരി യൂസ്ഫുൾ സെഷൻ. നമുക്ക് എന്താ ഏതൊരു കാര്യത്തിനും നമ്മൾ മാഡം പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു, നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മൾ കാണുമ്പോൾ നമ്മുടെ ലൈഫ് അങ്ങനെ വരുമോ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിനെ എന്താ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇനി എങ്ങനെ ഈ ഒരു സംഭവത്തിനെ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ആ ഒരു കാര്യമായിട്ട് മാത്രം എടുക്കാൻ, ആ ഒരു കാര്യം അങ്ങനെയാണ്, ഓക്കെ, അത് നമ്മളിട്ട് ബന്ധമില്ല എന്നൊരു ഒരു ഒരു ബുദ്ധി നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സുജിത്ത്. ഇപ്പൊ സുജിത്ത് പറഞ്ഞതുപോലെ ന്യൂസ് പേപ്പറിൽ അത്തരം വാർത്തകൾ വന്നേ പറ്റൂ. കാരണം അത്തരം വാർത്തകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്ന് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത വ്യക്തികളാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മളൊക്കെ അത് കാണുമ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ന്യൂസ് പേപ്പറിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. നമ്മുടെ കുട്ടികൾക്ക്, ഇത് വായിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും, നമ്മുടെ വീടുകളിലും സംഭവിക്കാം. അതും ഒരു പോയിന്റാണ്. ഒന്നും ഒരു സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ പോലും ബുദ്ധിമുട്ടാൻ ആ കുട്ടിക്ക് അതിന് യാതൊരു ഇമോഷണൽ പ്രശ്നവുമില്ല. കാരണം അവന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ്. നമുക്കത് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷണൽ പ്രശ്നമാണ്. അപ്പൊ അതിനെ കുറിച്ച് ചെകഞ്ഞു പോകാതെ, അതാണ് നമുക്ക് ഒരാളെയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. എല്ലാവർക്കും ഗുഡും ബാഡും ഉണ്ട്, എല്ലാവരുടെ ഭാഗത്തും ഉണ്ട്. സിറ്റുവേഷൻസ് വരുമ്പോ നമ്മൾക്ക് ഒരു പിടിവള്ളി ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയിൽ ഏത് രീതിയിൽ പെരുമാറും എന്ന് പോലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന് അതേപോലെ അതങ്ങനെ സംഭവിച്ചു, അതാണ് കാര്യം, നടന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ കാണുന്ന വ്യക്തികളോട് മുഴുവൻ ഇന്നത്തെ പത്രം വായിച്ചു എന്തൊക്കെയാ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നടക്കുന്നത്, പിന്നെ ഇതാണ് സംസ്കാരം. അത് വായിച്ചു, അത് തീർന്നു. പിന്നെ നോക്കൂ, ആദ്യത്തെ സംഭവം നടന്നു, പുതിയ സംഭവം വന്നതോടുകൂടി പേപ്പറിന് മറ്റേത് പതുക്കെ ഒരു മൂലക്കിലേക്ക് മാറി. ഇനി പുതിയൊരു സംഭവം വരുമ്പോൾ ഈ തലക്കെട്ട് വന്നത് ഒരു മൂലക്കിലേക്ക് മാറും, അത് തലക്കെട്ടായിട്ട് വരും. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ ആവശ്യമില്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് ഇത്തരം കാര്യങ്ങൾ വരുത്താതെ അത് വീണ്ടും പിന്നീട് നമ്മൾ കാണുന്ന വ്യക്തികൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാക്കാതിരിക്കുക. താങ്ക് യു. ദീപ പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു സുജിത് സർ, താങ്ക് യു സോ മച്ച്. ദീപ മാം. റീന മാഡം പറഞ്ഞതുപോലെ ഇത് നമ്മുടെ പ്രശ്നമാണെന്ന് പറഞ്ഞില്ലേ, ആ ഒരു പ്രശ്നം ശരിക്കും എനിക്കും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ്. അന്നു മുതലേ ഞാൻ പത്രം വായിക്കാറില്ല. കാരണം നമ്മൾ പത്രം എടുത്ത് നോക്കുമ്പോഴെല്ലാം കാണുന്നത് ഭയങ്കര നെഗറ്റീവ് ന്യൂസുകളാണ്. എല്ലാം ഫസ്റ്റ് പേജിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്നത് മിക്കപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, എന്തെങ്കിലും ദുരന്ത വാർത്തയായിരിക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം. അങ്ങനെ അത് വായിച്ച് മാഡം പറഞ്ഞതുപോലൊരു പ്രശ്നം എനിക്കും ഇന്ന് വരെ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഈ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ, ഇത് നമ്മളുമായി റിലേറ്റ് ചെയ്ത് ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഡെയിലി ഇത് എല്ലാ ദിവസവും ഇന്നും കാണും, എല്ലാ ദിവസവും പപ്പയമ്മയും
TV ന്യൂസ് പത്രം വായിക്കുന്നതിന് പുറമെ തന്നെ TV ന്യൂസ് ഇടും. TV ന്യൂസ് രാവിലെ മുതലേ അങ്ങിട്ട് ഒരേ വാർത്ത തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പോ ഈ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു വീട്ടിലുള്ള 5 പേരെ അങ്ങനെ ആ ഒരു സംഭവം തന്നെ അത് തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അതിനെ തിരിച്ചും മറിച്ചും എല്ലാ ചാനലിലും അതൊക്കെ തന്നെ കേട്ടുകൊണ്ടേയിരിക്കും. ഇത് കേട്ട് 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 ഞാനിവിടെ ഇങ്ങനെ ഓരോ ന്യൂസും ഇതുപോലെ ഇടുമ്പോൾ ഞാനിങ്ങനെ പറയും, ദയവ് ഇതിങ്ങനെ രാവിലെ ഇത് ഈ ന്യൂസ് ഇടല്ല, വേറെ എന്തൊക്കെ ഇടാം, നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥനകളോ അല്ലെങ്കിൽ പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടൂടെ എന്നൊക്കെ ഞാനിവിടെ ഇങ്ങനെ ചോദിക്കും. ശരിക്കും എൻ്റെ പ്രശ്നമായിരുന്നു പറയും പോലെ. ഇങ്ങനെ ചിന്തിക്കുന്നോണ്ടായിരിക്കും. അപ്പൊ ഇനി മുതൽ എന്തായാലും ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റം, ഒരു ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സമയത്തായിരുന്നു മാഡത്തിന്റെ ഈ ഒരു സബ്ജക്റ്റ് മാഡം എടുത്തത്. അതെന്തായാലും നന്നായി. താങ്ക് യു മാഡം. താങ്ക് യു. ഓ ഗ്രേറ്റ് ദീപ, താങ്ക് യു ഫോർ ഷെയറിങ്. കാരണം തീർച്ചയായിട്ടും ഇപ്പൊ പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടെ പപ്പയും മമ്മിയും ചിലപ്പോൾ അവര് കാണുന്നത് അത് എന്തായി എന്ന് പറയാനുള്ള ഒരു ആകാംക്ഷയായിരിക്കും അവർക്ക്. പക്ഷെ അത് മനസ്സിലേക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പക്ഷെ ദീപയ്ക്ക് അത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ ചിന്തയുടെ പ്രശ്നമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് കേൾക്കാതിരിക്കാൻ ഇഷ്ടം പോലെ വയർലെസ് ഇയർഫോണുകൾ ഉണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ നമുക്കൊരു പാട്ടാണ്, നമ്മൾ അവർക്കൊരു പാട്ടിട്ടൂടെ, അവർക്ക് അതാണ് കേൾക്കേണ്ടത്. ശരി, അവരങ്ങ് വിട്ടത്, ലീവ് ദം, ഗിവ് റെസ്പെക്ട് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള വെച്ചാൽ അവർ ചെയ്തോട്ടെ. എനിക്കത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ എന്താ വേണ്ടത്, ഒരു പാട്ട് കേൾക്കണം, അവരത് കണ്ടോട്ടെ. ഇയർഫോൺ വെച്ച് നമുക്ക് പാട്ട് കേട്ട് നമുക്ക് എന്തെല്ലാം പണികൾ ചെയ്യാം. അപ്പൊ നമ്മൾ ഫ്രീ ആയി, അവരവരുടെ വഴിക്ക് വിട്ടു. നമ്മൾ എന്ത് ചെയ്യും, ഇത് അടുത്തു കൂടി അപ്പുറത്തു കൂടി കൂടെ പോകുമ്പോൾ ഇവരിന്ന് നോക്കും. പിന്നെ ഇവർക്ക് ഇത് വല്ല കാര്യമുണ്ട്, കാരണം വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങി, ജഡ്ജിമെന്റ് തുടങ്ങി. ഇവർക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ, എന്തിനാ ഈ നെഗറ്റീവ്, നമുക്കാണ് നെഗറ്റീവ്, അവർക്ക് നെഗറ്റീവ് അല്ലെന്നേ. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഗിവ് റെസ്പെക്ട് എന്ന് പറയുന്നത്. കണ്ടോട്ടെ, എനിക്കിത് കാണാൻ താല്പര്യമില്ല, എനിക്കിപ്പോ പാട്ട് കേൾക്കാൻ ഇഷ്ടം, ശരി പാട്ട് കേൾക്കാം. അങ്ങനെ പറയുമ്പോൾ എന്താ പ്രശ്നം പറയും, നമ്മൾ അങ്ങ് ഫ്രീ ആവും. ഇതാണ് ഉണ്ടാവുന്നത്. അവരെന്തോ അവർക്ക് ഇഷ്ടമുള്ള ചെയ്യാം. അതിനെ തുടർന്ന് എന്ത് പ്രശ്നം വന്നാലും അവരത് മാനേജ് ചെയ്തു. എനിക്ക് വേണ്ടതെന്തോ ഞാൻ അതിന്റെ പിന്നാലെ പോകട്ടെ. കാരണം ഇത് ശീലിച്ചാൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടും. കാരണം അനുഭവം കൊണ്ട് പഠിച്ചത് ഞാൻ ഇതാണ്. കാരണം നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ നന്നാക്കാനാണ്. ഇവർക്ക് ഇത് കേട്ടാൽ നെഗറ്റീവായിട്ട് രാവിലെ ഇത് കേട്ടാൽ ഇത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്ക് നന്നാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പകരം അവരവരെ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ. എനിക്ക് വേണ്ടത്, എനിക്ക് താല്പര്യമില്ല, ശരി മാറ്റി വെച്ചേക്കാം. എനിക്ക് പാട്ട് കേൾക്കാം, എനിക്ക് എന്തെല്ലാം കേൾക്കാം, എനിക്ക് അവിടുന്ന് മാറിപ്പോകാം. ഇയർഫോൺ വെച്ചാൽ പിന്നെ മറ്റൊന്നും നമ്മൾ കേൾക്കാൻ പോകില്ല. നമുക്ക് വേണ്ടത് മാത്രം ശ്രദ്ധിച്ചു. അത് ഷെയർ ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ഞാനും പഠിക്കുകയാണ്. ഞാനും ഇങ്ങനെ കേൾക്കും, ഇങ്ങനെ ചെയ്യാം. അതാണ് ഷെയറിങ്ങിന്റെ ഒരു ഗുണം കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തർ ഷെയർ ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ചില ചിന്തകൾ മറ്റുള്ളവർ ഇഷ്ടു വരുന്നത്. അത് നമുക്ക് ഹെൽപ്ഫുൾ ആവും. താങ്ക് യു ദീപ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ മാഡം പറഞ്ഞതുപോലെ ഇപ്പൊ അവരുടെ ഇതിലോട്ട് വിടുക, റെസ്പെക്ട് ചെയ്യുക, ആ ഒരു ഇഷ്ടത്തിന് വിടുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് അങ്ങനെ വിടാൻ പറ്റാറില്ല. അത് അവരോടുള്ള ഇഷ്ടക്കൂടുതലും കൊണ്ടാണ്. അതാണ് അത് നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ഇഷ്ടക്കൂടുതൽ ഗുണം. പക്ഷെ ഇഷ്ടക്കൂടുതൽ ഉണ്ടെങ്കിൽ ലെറ്റ് ദം ഫ്രീ എന്നാണ് സൈക്കോളജി പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്ന, നമ്മുടെ ഇഷ്ടക്കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ അങ്ങ് നന്നാക്കാൻ അങ്ങനെ ഭയങ്കരമായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇഷ്ടക്കൂടുതൽ ഉണ്ടെങ്കിൽ മേക്ക് ദം ഫ്രീ, ലെറ്റ് ദം ഫ്രീ എന്നാണ് പറയുന്നത്. അവരെ അങ്ങ് വിട്ടുകൊടുക്കുക. അപ്പൊ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഇത് കാണുമ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ഉണ്ട്, നമ്മളോട് ഒന്ന് ഷെയർ, താല്പര്യത്തിലേക്ക് കാണണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളും ഫ്രീ, അവരും ഫ്രീ. നമ്മളിതിപ്പോ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് തോന്നും, ഇവർക്ക് ഇവളുടെ പണി നോക്കിയാൽ പോലെ, ഞങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ ഞങ്ങൾ കാണുന്നു എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഒരു ഇറിറ്റേഷൻ നമ്മളോട് ഫീൽ ചെയ്യാം. അതാണ് നമ്മളോട് ഉണ്ടാകുന്ന അവരുടെ റെസ്പോൺസ് ഉണ്ടാവും. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കി നോക്കൂ. ഞാൻ ചിന്തിക്കുന്നത് ഇവരും ഭയങ്കരമായിട്ട് നെഗറ്റീവിലോട്ടാണല്ലോ പോകുന്നത്. ഇവരിങ്ങനെ ഇപ്പൊ ഈ ന്യൂസ് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഓരോ വീടുകളിലും അത് ഭയങ്കര ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്, ഒരു കുലുക്കം. കാരണം എന്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോ എന്റെ മമ്മി എന്റെ ചേട്ടന്റെ അടുത്ത്, മോനെ നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ദേഷ്യമൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഒരു ടോക്ക് ഉണ്ടാവുന്ന തരത്തിൽ വരെ അത് ഇപ്പൊ ഓരോ വീട്ടിലും ഉണ്ടായി കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, ഈ ഒരു ന്യൂസ് സംബന്ധിച്ചിട്ടുള്ള. അപ്പൊ ഞാനപ്പൊ അങ്ങനെ മമ്മി അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിൽ തോന്നി, ഇവരെന്തുമാത്രം ഒരു നെഗറ്റീവിലോട്ട് പോയി. ഈ ഒരു ന്യൂസ് തന്നെ ഇങ്ങനെ പിന്നെയും കണ്ട് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് മനസ്സിലാക്കാതെ ഒരു പിന്നെയും നെഗറ്റിവിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരിതാണ്. അതാണ് പിന്നെയും ഇങ്ങനെ പറഞ്ഞ് ഇതാക്കാൻ നോക്കുന്നത്.
ആണ് സംഭവിച്ചത്. ഓക്കെ, ഈ ഒരു ഷെയറിങ്ങിന് നന്ദി ദീപ. മമ്മി അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിലുള്ള വിഷമമല്ല, ഭയമാണ്. ആ ഭയം ഉണ്ടാകാനുള്ള കാരണം അവരങ്ങനെ എന്തോ അവരോട് പറഞ്ഞതിന്റെ ഇമ്പാക്ട് ഇപ്പോഴും മക്കളുടെ ഉള്ളിൽ കിടക്കും. നമുക്ക് ആരെയും നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലും നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ആരോ പറഞ്ഞതുപോലെ ഞാൻ കടല് കണ്ടു എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അപ്പൊ നമ്മൾ വിചാരിക്കുന്ന എന്താ, ഓ കടല് കണ്ടു എന്ന് പറയുമ്പോൾ കടലിലെ തിര മാത്രമേ കണ്ടിട്ടുള്ളൂ. കടലിന്റെ ആഴത്തെ ആരും മുഴുവനായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കും. ഞാൻ കടല് കണ്ടു, ഞാൻ കടലിൽ പോയി, ഞാൻ ബീച്ച് കണ്ടു. ബീച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ ബീച്ചിലെ പരിസരം മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കടലിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഒരു വ്യക്തിയുടെ ആഴങ്ങളിലേക്ക് പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വ്യക്തിയെ കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഭയവും ആവലാതിയുമാണ് നമ്മൾ അങ്ങനെ പറയിപ്പിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ എന്താ തോന്നും, അതൊക്കെ എങ്ങനെ ചെയ്തു, ചെയ്യുന്നതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആർക്കെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റും. അതാണ് ഒരു നിമിഷഘട്ടത്തിൽ ഇത് അവർ ചെയ്യുന്ന വിചാരിച്ചത് പോലും ആവില്ല. ആ സമയത്ത് വാശി തീർക്കാൻ എന്തോ ചെയ്തു, അത് കഴിയുമ്പോൾ അവർക്ക് തോന്നും നീന്തിയിരുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പം അത് അങ്ങനെ പറയുമ്പോൾ അത് ജഡ്ജ് ചെയ്യാൻ പോകണ്ട, അതിന് എന്ത് ചെയ്യാൻ, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് അവരെ കൂടെ നിൽക്കുക. ആരെയാണെങ്കിലും നമ്മൾ പേടിക്കണം, പ്രാർത്ഥിക്കാം. That's it. അത് കൂടുതൽ വളർത്താൻ നമ്മൾ നോക്കണ്ട. എന്തുകൊണ്ടാണ് മമ്മി എന്താ അത് കണ്ടിട്ട് എന്തിനാ ഇങ്ങനെ പറയുന്നത്, അത് കണ്ടിട്ടല്ലേ ഇപ്പൊ നെഗറ്റീവ് രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഒന്നും നമ്മൾ ജഡ്ജ് ചെയ്യണ്ട, നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അവിടെ എല്ലാത്തിനും ഒരു വഴിയുണ്ട്, അതാണ് യൂണിവേഴ്സ്. നമുക്ക് നല്ലത് മാത്രം ആഗ്രഹിക്കാം. There is a karma. That's all. Okay. താങ്ക് യു. ഓക്കെ, താങ്ക് യു ദീപ മാം, താങ്ക് യു സോ മച്ച്. ഇനി ആരാണ്? മാജിക് നമ്മൾ മോർണിംഗ്. ഞാൻ പറഞ്ഞില്ല, ഓക്കെ, ഞാനും മണിക്കാറുള്ളൂ. പറഞ്ഞോളൂ. പിന്നെ എന്തായാലും നന്നായിട്ടുണ്ട്. ഈ ന്യൂസില് നെഗറ്റീവ് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഇന്നിപ്പോ നടക്കുന്ന കാര്യമല്ല. കാരണം ഏത് ന്യൂസ് ആണെങ്കിലും ഇപ്പോ ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഈ വിവരം അറിഞ്ഞിരിക്കും, സംഭവം നടക്കേണ്ടത് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കും. പത്രം വായിക്കണം എന്നൊരു നിബന്ധന ഇല്ല. പത്രം മാത്രം ഒഴിവാക്കിയതുകൊണ്ട് നെഗറ്റീവ് കിട്ടാതിരിക്കില്ല. പിന്നെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഓരോരുത്തർ സെറ്റപ്പാണ്. കാരണം ഇതുവരെ വാർത്ത ഉണ്ടായിരുന്നത് സമാധിയായിരുന്നു, ഇപ്പൊ എന്തായി, കൊലപാതകമായി, ഇത്രേ ഉള്ളൂ. അപ്പൊ ഓരോ സാഹചര്യം വരുമ്പോ പത്രക്കാർക്ക് എന്ത്, അല്ലെങ്കിൽ ന്യൂസുകാർക്ക്, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവർക്ക് വിഷയമുണ്ട്, അത് അവരതിന്റെ പിന്നിൽ പോകും, അത് സംശയമൊന്നുമില്ല. അപ്പൊ നമ്മളെ ജോലി വെക്കുക. പൊതുവെ ഈ മനുഷ്യന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണല്ലോ ഈ ഉൾക്കൊള്ളാനുള്ള ശക്തി എന്ന സംഭവം. ആ ഒരു പവറാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അതുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. Thank you. ഓക്കെ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. ഹായ്. ഇനി ആരും ഇല്ല? ഹായ്, പറഞ്ഞോളൂ. പ്രവീണ മാം നമസ്കാരം. നമസ്കാരം ശീലം. തീർച്ചയായിട്ടും എനിക്ക് വീഡിയോ ഓണാക്കാൻ പറ്റുന്നില്ല. ഓ. മാം പറഞ്ഞു നമ്മള് നോൺ ജഡ്ജിമെന്റൽ ആയിരിക്കണം, തീർച്ചയായിട്ടും. പക്ഷെ ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പോഴാണെങ്കിലും ചിലരിലൊക്കെ ഒരു 2 ലേഡീസോ ഒക്കെ കൂടുമ്പോ ഒരാള് മരിച്ചു കിടക്കുവാണെങ്കിൽ പോലും കൂടെ എന്തോരം നെഗറ്റീവ് ആയിരിക്കും അവരെ പറ്റി പറയുന്നത്. അന്നേരം കൂടി നിൽക്കുമ്പം പരസ്യമായിട്ടല്ല, 2 ലേഡീസ് കൂടുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കുറെ കുറ്റം പറഞ്ഞിട്ടേ അവര് പിന്നെ അവിടുന്ന് മിക്കവാറും മടങ്ങാറുള്ളതാണ് എനിക്ക് തോന്നുന്നത്, ഞങ്ങളുടെയൊക്കെ ഇവിടെ. പിന്നെ പത്രത്തിന്റെ കാര്യം പറഞ്ഞത്, 3 പത്രവും ടി വി ഒക്കെ ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു എന്റേത്. അതൊക്കെ ഇപ്പം എല്ലാം ഇല്ലാതെയായി. കുഴപ്പമില്ല, നമ്മളും അതിനോട് അഡ്ജസ്റ്റഡ് ആയതുകൊണ്ട് എനിക്കത് അത്ര വിഷയമല്ല പറഞ്ഞതുപോലെ. അപ്പൊ പത്രത്തില് ബാഡ് ന്യൂസ് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ന്യൂസ് വന്നാലേ അവരുടെ ആ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കുള്ളൂ. അതുകൊണ്ടായിരിക്കുമല്ലോ അത് അവര് മുമ്പിലോട്ട് ഇടുന്നത്. നമ്മളതിനെ അതിൻ്റെതായ രീതിയിൽ അങ്ങ് കണ്ടാൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ ബാധിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ നമ്മളെയും ബാധിക്കും, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് കൂടുതൽ ആഴങ്ങളിൽ ഇറങ്ങി പോകാതിരിക്കുന്നതായിരിക്കാം നല്ലതെന്നാണ് തോന്നുന്നത്. പിന്നെ മറ്റുള്ളവരെ ആണെങ്കിലും കൂടുതൽ നന്നാക്കാൻ പോകേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക എന്ന് മാത്രം. പിന്നെ എന്താ, എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ നാട് നന്നാകാൻ ഇച്ചിരി പാടാണ്. കാരണം ഇപ്പം കാണുന്ന ന്യൂസുകളെല്ലാം അതിൻ്റെതായ ഒരു ശിക്ഷയും വരുന്നില്ലല്ലോ. അപ്പം പിന്നെയും പിള്ളേർക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ആയിരിക്കത്തില്ലേ കൂടുന്നത്. ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ശിക്ഷയാണെങ്കിൽ പോലും ഗവൺമെന്റ് കൊടുക്കുന്നില്ലല്ലോ. ഇപ്പം തന്നെ ആ ഒരു കുട്ടിയെ
തല്ലിക്കൊന്നു, പോലീസൊക്കെ കഷ്ടപ്പെട്ട് പിടിച്ചു, അവരെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. പിന്നെന്താ, കുട്ടികൾക്ക് പരീക്ഷ എഴുതാം. അപ്പൊ എന്തോരം റിലാക്സേഷൻ ആണ്. ഒരു ചെറിയ ഒരു ശിക്ഷ പോലും നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഈ സോഷ്യൽ മീഡിയയുടെ പ്രചരണമൊക്കെ കാരണം അവര് മോശമായിട്ട് പോകാനാണ് സാധ്യത. പ്രത്യേകിച്ച് വലിയ അഡിക്റ്റഡ് ഒക്കെ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നാം നമ്മുടേതായ കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതം നോക്കി ജീവിച്ചാൽ, വാക്കുകൾ കുറച്ച് സംസാരിച്ചാൽ വലിയ സമാധാനക്കേടില്ലാതെ ജീവിക്കാൻ പറ്റുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശീല മാം, ഇത്രയും നേരം സംസാരത്തിൽ. ഇപ്പൊ ഈ ശീല മാം ഈ ഒരു കാര്യത്തെ കുറിച്ച് എന്തെല്ലാം വാക്കുകൾ കൂട്ടിച്ചേർത്തു നമ്മൾ ശ്രദ്ധിച്ചതാണ്. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും ഒരു ടോപ്പിക് ഡിസ്കഷൻ ആക്കി എടുക്കാതിരിക്കുക. ഇനി ആരെങ്കിലും സംസാരിക്കാൻ പറഞ്ഞാൽ നമുക്ക് അവിടെ മാറിപ്പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ വാക്കുകളുടെ എണ്ണം കുറയ്ക്കെങ്കിലും ചെയ്യാം. നമ്മൾ കാരണം ഇതൊന്നും നമ്മൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ആ അവസരത്തിൽ നമ്മൾ എന്താണ് നടന്നതെന്നും അതിനുള്ള പൂർണ്ണ സത്യാവസ്ഥ നമുക്കറിയില്ല. അപ്പൊ അറിയാതെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഈ മരണപ്പെട്ട കുട്ടിയെ കുറിച്ചായിട്ട് നമ്മൾ കൂടുതൽ, പിന്നെ അവനെ കുറിച്ചായിട്ട് കൂടുതൽ പ്രകീർത്തിച്ച് പറയുന്നു. ആ കുട്ടി ഇങ്ങനെയായിരുന്നു, ഈ കുട്ടി. പക്ഷെ എന്താണ് സംഭവിച്ചത്, എന്താണ് മറ്റു കുട്ടികൾ പ്രകോപിതരായത് എന്നൊന്നും നമുക്കറിയില്ല. ഈ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരു വലിയ ഭാഗം അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് എന്താണോ കുട്ടിയെ കുറഞ്ഞ അറിവ് വെച്ച് അതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്ത് നമ്മളതിനെ പെരുപ്പിച്ച് നമ്മൾ എന്തെങ്കിലും കുറച്ചുപേര് നല്ലവരും കുറച്ചുപേര് മോശപ്പെട്ടവരും ആക്കും. ഈ ആരും മോശപ്പെട്ടവരും അല്ല, ആരും നല്ലവരും അല്ല. എല്ലാവരിലും അവസരങ്ങൾക്ക് അനുസരിച്ച് പെരുമാറുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരും. കാരണം നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. നമുക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഓരോ സമയത്ത് പെരുമാറുന്ന എങ്ങനെയാണ്. സോ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച്, അറിഞ്ഞ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ആവശ്യമില്ലാതെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത് നമ്മുടെ ഇമോഷണൽ കൺട്രോൾ മാറ്റാതെ നമ്മളിലേക്ക് നല്ലത് വരുന്നതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാവൂ. നമുക്ക് വേണ്ടത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ആഫ്റ്റർ ഓൾ പറയുന്നത്. സ്പീക്ക് ഓൾവേസ് വാട്ട് യു വാണ്ട്. ഓക്കെ, ഓക്കെ, താങ്ക് യു ഷീല മാം, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഒരാൾക്കും കൂടെ ഷെയർ ചെയ്യാം. രമ്യ മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? രമ്യ മാം. ഓക്കെ, രമ്യ കാണുന്നില്ല. ഓക്കെ, നമുക്ക് മണിസാർ അൺമ്യൂട്ട് ചെയ്തു. മാജിക് മോർണിംഗ് വളരെ പ്രസക്തിയുള്ള, ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ എടുത്തിട്ടത്. ഇപ്പൊ പത്രം ഞാൻ വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പത്രം അതിൻ്റെ ആ സംഗതികൾ ഉൾക്കൊണ്ട് തന്നെയാണ് വായിക്കുന്നത്. ദിവസം സാധാരണ ലാസ്റ്റ് പേജിൽ ഒരു ചെറിയ കോളം വരേണ്ടത് ഇന്ന് ഫ്രണ്ട് പേജിൽ വളരെ ഫുൾ പേജ് ആയിട്ടാണ് വരുന്നത്. അപ്പം ബാഡ് ന്യൂസ് ആണ്, അധികം നെഗറ്റീവ് ഇതാണ് വരുന്നത്. അത് ഉൾക്കൊണ്ട് അത് കൂടുതൽ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അറിവുകൾ കിട്ടുന്നുണ്ട്, കുറേ അറിയിപ്പുകൾ ഉണ്ടാവും, നമ്മൾ ഇൻഫർമേഷൻ ഉണ്ട്, ആ ഭാഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഭാഷ കാര്യം, പണ്ടൊക്കെ ഒരു പേപ്പർ വാങ്ങിയ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സോ ഹിന്ദോ വാങ്ങേണ്ട ഒരു സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ിലേക്കാണ് പോകുന്നത്. അതിൻ്റെ മാറ്റർ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇപ്പം ഇത്രയും നല്ല ഒരു ക്ലാസ് വളരെ നല്ല രീതിയിലാണ് പ്രസന്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ മാം പറഞ്ഞൊരു കാര്യം, ഇന്നലത്തെ സൂര്യൻ അല്ല ഇന്ന് ഉണ്ടാകുക, അല്ലാതെ ഒരേ പുഴയിൽ നമുക്ക് 2 പ്രാവശ്യം കുളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സെൽസും ഇതൊക്കെ മാറി നമ്മൾ പുതിയ മനുഷ്യരാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളത് എപ്പോഴും നമ്മൾ ആ പത്രത്തിന്റെ കാര്യം പറഞ്ഞ ആർട്ട് ഓഫ് ലുക്കിംഗ്, അതാണ് മാം പറഞ്ഞു തന്നത്. അപ്പൊ ഇതിന് കൂടുതൽ ചർച്ച ചെയ്യാണ്ട് കൂടുതൽ വേർഡ്സ് നമ്മളുടെ മനസ്സിലേക്ക് വന്നിട്ട് അത് പെരുപ്പിച്ച് ഇതാകുമ്പോഴാണ് ഉണ്ടാകുക. ന്യൂസൊക്കെ വായിക്കുമ്പോൾ നേരത്തെ ദീപ മാം പറഞ്ഞ മാതിരി ഒരുപാട് ചെറിയ സബ്ജക്റ്റ്, ശരിക്കും പറഞ്ഞാൽ ഒരു 50-60 പ്രാവശ്യം ഒരേ ന്യൂസ് തന്നെ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ആ റിപ്പീറ്റേഷനാണ് നമ്മൾ കൂടുതൽ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി ഇന്നത്തെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് പോവുകയാണെന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള
ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണെന്നുള്ളത് മനസ്സിലാക്കി പോകാന്നുള്ളൂ. ഏതായാലും വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നല്ല എക്സാമ്പിൾ എല്ലാം വാങ്ങിച്ച ആ പൂവിൻ്റെ കാര്യമായാലും ശരി, പിന്നെ നമ്മളെ ഈ ചായയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ആ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടി. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു മനസ്സിലാക്കി. ഇപ്പൊ മനസ്സിലാർ പറഞ്ഞ പോലെ അതെ, ഭാഷ കുറച്ചും കൂടി നമുക്ക് മെച്ചപ്പെടുത്താൻ നമുക്ക് പണ്ടുള്ള എല്ലാവരും പറഞ്ഞ വായന, അതായത് പുസ്തകങ്ങൾ വായിക്കണമെങ്കിലും പേപ്പറുകൾ വായിക്കാൻ അങ്ങനെ അതിലെ ഭാഷകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് വളരെ രസകരമായിട്ടാണ്. ഓരോ അവസ്ഥയിലുള്ള ഭാഷകളുടെ ഔട്ട്പുട്ട് അത് കൂടുതൽ മെച്ചപ്പെടുത്താനായത് പണ്ട് പത്രം വായിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്തെന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറ പലപ്പോഴും ഈ എഴുതാനും വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് ഈ പത്ര വായന കുറഞ്ഞത് കൊണ്ടാണ്. അപ്പൊ അതെന്തായാലും വായനയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പൊ എന്തിനു വായിക്കണം, എങ്ങനെ വായിക്കണം, എന്തിനാ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നൊക്കെ ചോദിക്കാൻ നമുക്ക് മറ്റൊരു ടോപ്പിക്കിൽ ഒരു കഥയുമായിട്ട് പിന്നെ ഒരു ദിവസം വരാം. എന്തായാലും അതിന്റെ ഓഫീസിന് നന്ദി മനസ്സിലാർ. താങ്ക് യു. പൊതുവെ ബിസിനസ് അങ്ങനെയാണ്. കാരണം ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കലാണ് ബിസിനസ്. ഹോട്ടലിലാണെങ്കിൽ പിന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം, അത് ആരോഗ്യത്തിന് കുറച്ച് മോശമായാലും പ്രശ്നമില്ല, അവർക്കത് അറിയേണ്ട ആവശ്യമില്ല. ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടത് ടേസ്റ്റാണ്. അപ്പോൾ ടേസ്റ്റ്, നല്ല കളറ് ഒക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കലാണ് ബിസിനസ്സിന് വേണ്ടത്. അതേപോലെ തന്നെ പത്രത്തിലും ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, ജനങ്ങൾക്ക് നെഗറ്റീവാണ് ആവശ്യം, അപ്പൊ ജനങ്ങൾക്ക് നെഗറ്റീവ് കൊടുക്കുന്നു. നെഗറ്റീവ് കൊടുത്താലേ അവർക്ക് ബിസിനസ്സിലുള്ളൂ. നമ്മളിപ്പോ പോസിറ്റീവ് കൊടുത്തിട്ട് കണ്ടില്ലെങ്കിൽ ഞാനും മണിസാറും മാത്രമേ ക്യാമറ ഓൺ ആക്കിയിരിക്കുന്നുള്ളൂ. അപ്പോ പോസിറ്റീവ് അല്ല ജനങ്ങൾക്ക് ആവശ്യം, നെഗറ്റീവ് ആണ് ആവശ്യം. നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ആക്കി വരും. അപ്പൊ അത് എല്ലാവർക്കും അറിയാം. ബിസിനസ് പറഞ്ഞാൽ എങ്ങനെയാണ്, ജനങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യമുള്ള വസ്തു കൊടുക്കുക. അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ബിസിനസ് അങ്ങനെയാണ്. അപ്പോ എന്തായാലും നല്ല രീതിയിലുള്ളൊരു ചർച്ച, ക്ലാസ്സുകളൊക്കെ നമ്മളെ 32 ആയിട്ടുണ്ട്, 6:32 ആയിട്ടുണ്ട്. ഇവിടെ ശരിക്കും മുതലാളി ഇവിടെ വരി. ഓക്കെ താങ്ക് യു മണി സർ, താങ്ക് യു സോ മച്ച്. അപ്പം റസാഖ് സാർ പറഞ്ഞ പോലെ 6:30 കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇന്ന് നല്ലൊരു സെഷൻ, ന്യൂസിനെ കുറിച്ചിട്ട് നല്ലൊരു സെഷൻ എടുത്ത പ്രവീണ മാമിനും ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവരും ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു ഓൾ. താങ്ക് യു.